every day you have to examine whether you are saved. എന്നും നിങ്ങൾ പരിശോധിക്കണം, നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിൽ വന്നോ എന്ന് നോക്കണം. ഇഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലിവിങ് ഇൻ യു, യു ആർ സേവ്ഡ്. ദൈവവചനം നിങ്ങളിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇഫ് യു ആർ ലിവിങ് ഇൻ ഫ്ലഷ്, യു ആർ നോട്ട് സേവ്ഡ്. നിങ്ങൾ ജഡത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലിവിങ് ഇൻ യു, യു ആർ സേവ്ഡ്. സോ യു ഷുഡ് ഹാവ് എ തറോ നോളജ് അബൌട്ട് ദ ബൈബിൾ. ബൈബിളിനെ കുറിച്ച് നിങ്ങൾക്കൊരു നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. That's why God told Joshua, if you want to be blessed, day and night you have to meditate it. അതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നത്, രാവും പകലും നിങ്ങൾ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കണം. മോർണിംഗ് വെൻ യു വേക്ക് അപ്പ്, വാട്ട് ഷുഡ് ബി യുവർ പ്രെയർ? രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം? കർത്താവേ, ഇന്ന് കോർപ്പറേഷൻ ഓഫീസിൽ പോകുമ്പോൾ എല്ലാം ശരിയാണെന്നല്ല. വാട്ട് ഷുഡ് ബി യുവർ പ്രെയർ റിക്വസ്റ്റ്? ലോർഡ്, ഗിവ് മീ എ മൗത്ത് ടു പ്രൈസ് യു. ദൈവത്തെ സ്തുതിക്കാൻ ഒരു നാവ് തരണമേ. ഏർലി മോർണിംഗ് വെൻ യു വേക്ക് അപ്പ്, ദിസ് ഷുഡ് ബി യുവർ പ്രെയർ. രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന എന്താണ്? എനിക്ക് അങ്ങയെ സ്തുതിക്കാൻ എപ്പോഴും നാവിൽ പുതിയ അന്യഭാഷ തരണമേ. ഗിവ് മീ എ ടങ് ടു പ്രൈസ് യു ഇൻ ടങ്സ്. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ എപ്പോഴും നാവിൽ അന്യഭാഷ തരണം. ഇതാണ് പ്രാർത്ഥന. Everyone are having Holy Spirit, but they are not praising the Lord in tongues all the time. എല്ലാവർക്കും അന്യഭാഷ ഉണ്ടെങ്കിലും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. സോ ഇറ്റ് ഈസ് എ ഗ്രേസ്. ദൈവം തരുന്ന ഒരു കൃപയാണ് നിർത്താതെ ദൈവത്തെ സ്തുതിക്കാൻ. 1 Thessalonians 5:16 is saying, you rejoice always. 1 തെസ്സലോനിക്കർ 5:16 പറയുന്നതാണ്, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കാനാണ്. ആർ യു റിജോയ്സിങ് ഓൾവേസ്? എപ്പോഴും സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? സംടൈംസ് യു വിൽ ഫീൽ സാഡ്. ചിലപ്പോൾ നിങ്ങൾ ദുഃഖിച്ചിരിക്കും. എന്താ കാരണം? ഇറ്റ് ഈസ് ദ ഫ്ലഷ് വർക്കിംഗ് ഇൻ യു. ജഡമാണ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ദുഃഖം വരികയാണ്. ആക്ടിവേറ്റ് ദ സ്പിരിറ്റ് ഇൻ യു. നിങ്ങളുടെ ശരീരത്തൊരു വേദനയുണ്ടെങ്കിൽ you have to look at your body and say, oh, it is only the body in pain, but I am not having pain. നിങ്ങളുടെ യഥാർത്ഥ മനുഷ്യൻ ഏതാണ്? നിങ്ങളുടെ ആത്മാവാണ്. വേദന എവിടെയാണ്? ശരീരത്തിൽ. when there is a dirt in the white shirt, I will look at the shirt and say, the dirt is only in the shirt, not in my body. എൻ്റെ ഈ വെള്ള ഉടുപ്പിൽ ഒരു അഴുക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും? എൻ്റെ ശരീരത്തിലല്ല അഴുക്ക്, ഈ വെള്ള ഉടുപ്പിലാണ്. നിങ്ങളുടെ ശരീരത്തൊരു വേദന വരുമ്പോൾ എന്താണ്? അയ്യോ വേദനയാണെന്ന് കരയുകയില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ദ പെയിൻ ഈസ് ഓൺലി ഇൻ ദ ഔട്ടർ ബോഡി. ദ പെയിൻ ഈസ് ഓൺലി ഇൻ ദ ഔട്ടർ ബോഡി, ബട്ട് ദ പെയിൻ ഹാസ് നോട്ട് അഫക്റ്റഡ് ഇൻ ദ സ്പിരിറ്റ്. എത്രയൊക്കെ മനസ്സിലായി? ഇവിടെ കിടന്ന് നിലവിളിക്കണം എന്തിനാണ്? ഈ പുറത്തുള്ള ശരീരത്തിൽ വേദന വന്നിട്ടാണ് നിലവിളിക്കുന്നത്. ബട്ട് യു ഹാവ് ടു ക്രൈ വെൻ ദ സ്പിരിറ്റ് ഈസ് ഹാവിംഗ് പെയിൻ. ആത്മാവിന് വേദന എടുക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ കരയേണ്ടത്. എത്ര പേർക്ക് മനസ്സിലായി? ഇഫ് സംബഡി ടിയേഴ്സ് ദിസ് ഷർട്ട്, ഈ ഷർട്ട് ആരെങ്കിലും മുറിച്ചെന്ന് വെച്ചോ, ജീവിതകാലം മുഴുവൻ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമോ? ഐ വിൽ ക്രൈ ഓൺലി ഫോർ സം ടൈം. എൻ്റെ ഈ ഉടുപ്പ് ആരെങ്കിലും വലിച്ച് കീറി കഴിഞ്ഞാൽ വേറെ ഒരു ഉടുപ്പ് ഇടുന്ന അവിടം വരെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. When I get another shirt, I will not remember it. പിന്നെ അതിനെപ്പറ്റി ഓർക്കത്തില്ല. Now maybe you are having pain in the body. നിങ്ങളുടെ ശരീരത്തിൽ ഒരു വേദന ഉണ്ടായിരിക്കും. But you look into yourself whether your spirit is happy. നിങ്ങളുടെ ആത്മാവിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഒന്നും പറ്റിയിട്ടില്ല. So you rejoice. You rejoice because your name is written in the book of heaven. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉള്ളതിന് നിങ്ങൾ സന്തോഷിക്കുക. You rejoice because you have been approved by Jesus. നിങ്ങൾ യേശുവിനാൽ അംഗീകരിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക.
You rejoice because wherever you go, Jesus is also going with you. നിങ്ങൾ സന്തോഷിക്കേണ്ടത് എന്തിനാണ്? നിങ്ങൾ പോകുന്നിടത്തെല്ലാം യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. അതിന് നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ when you have no food, നിങ്ങൾക്ക് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കേണ്ടതാണ്, യേശു എന്നോടൊപ്പം ആഹാരം കഴിക്കാതിരിക്കുകയാണ്. Praise the Lord. So what is your real person? നിങ്ങളുടെ യഥാർത്ഥ മനുഷ്യൻ ആരാണ്? Not the outer body. നിങ്ങളുടെ പുറമെ കാണുന്ന ശരീരമല്ല. It is the spirit inside you is the real person. Give food to your spirit. നിങ്ങളുടെ ആത്മാവിന് ഇന്ന് ഭക്ഷണം കൊടുത്തോ? Morning maybe you have taken food. In the noon also maybe you will take food. രാവിലെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും വന്നത്. ഉച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുമല്ലേ? ഭക്ഷണം കഴിക്കുമോ? ഇല്ലെങ്കിൽ എന്താണ്? If you don't take food, what will happen? You will faint. നിങ്ങൾ തളർന്നു പോകും. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ നിങ്ങൾ തളർന്നു പോകും. What will happen if you don't give food to your spirit? നിങ്ങളുടെ ആത്മാവിന് ഭക്ഷണം കൊടുത്തില്ല എന്താ സംഭവിക്കുന്നത്? വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? When I drive the car and go somewhere else, when I want to eat food from the restaurant, I will say, I will park the car somewhere under the tree. മരത്തിൻ്റെ തണലിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കാർ പാർക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഒരാളുണ്ടെങ്കിൽ പറയും കാറിന് ഭക്ഷണം കൊടുക്കുകയാണെന്ന് പറയാം. തണൽ എല്ലാം പിടികിട്ടിയോ? ശരീരത്തിന് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഹോട്ടലിൽ കയറി, കാറിന് ഭക്ഷണം കൊടുക്കുന്ന എങ്ങനെ? തണലത്തിട്ട്. വണ്ടിയുള്ളവർക്കറിയാം. Those who have vehicle, even a bike or anything, they will park the bike only under the shade. മരത്തിൻ്റെ കീഴിൽ അവർ വണ്ടിയുള്ളവർ പാർക്ക് ചെയ്തോളൂ. കാര്യം എന്താണ്? ഗിവിങ് റെസ്റ്റ് ടു ദ വെഹിക്കിൾ. അങ്ങനെയല്ലേ? Likewise, you are eating food for your body. Have you thought about your spirit? നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് വല്ല ഭാരം നിങ്ങൾക്കുണ്ടായോ? നിങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കും, ഈവനിങ് യു വിൽ ടേക്ക് ടീ, വൈകുന്നേരം ചായയും കുടിക്കും. നൈറ്റ് യു വിൽ ഹാവ് സപ്പർ, രാത്രി നിങ്ങൾ അത്താഴവും കഴിക്കും. പക്ഷെ ആർക്കെങ്കിലും ഭാരമുണ്ട് എൻ്റെ ആത്മാവിനും കൂടെ ഭക്ഷണം കൊടുക്കണമെന്നുള്ളത്? ഉറങ്ങിയാ? വൈ യു ആർ സ്ലീപ്പിംഗ്? ബിക്കോസ് യു ആർ ഗിവിങ് റെസ്റ്റ് ടു യുവർ ബോഡി. ഇപ്പോൾ ഉറങ്ങുന്നത് എന്തുകൊണ്ടാണ്? ആത്മാവിന് അല്ല ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുകയാണ്. ബട്ട് ഹാവ് യു തോട്ട് അബൌട്ട് ഗിവിങ് റെസ്റ്റ് ടു യുവർ സ്പിരിറ്റ്? ആത്മാവിന് റെസ്റ്റ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് വല്ല ഭാരമുണ്ടോ? വി ഹാവ് ബർഡൻ അബൌട്ട് അവർ സ്പിരിറ്റ്. നമുക്ക് ഭാരം വേണ്ട എന്താണ്? നമ്മുടെ ശരീരത്തെക്കുറിച്ചല്ല. വൈ യു ആർ ഗോയിങ് ടു വർക്ക്? എന്തിനാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നത്? ബിക്കോസ് യു ഹാവ് എ ബർഡൻ ഫോർ യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഭാരമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നു, നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നു, നിങ്ങൾ ആഹാരം കഴിക്കുന്നു, നിങ്ങൾ പൗഡർ ഇടുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്തിനാണ്? ബിക്കോസ് യു ലവ് യുവർ ബോഡി, അല്ലേ? എന്തിനാണ് നിങ്ങൾ കുളിക്കുന്നത്? വൈ യു ആർ ടേക്കിംഗ് ബാത്ത്? നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ മാനിക്കുകയാണ്. ഇഫ് യു ഡോണ്ട് ടേക്ക് ബാത്ത്, വാട്ട് വിൽ ഹാപ്പൻ? ദർ വിൽ ബി ഫൗൾ സ്മെൽ കമ്മിങ് ഫ്രം യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നാറ്റം വരുമായിരിക്കും. അതുകൊണ്ട് നിങ്ങളെ മാനിക്കാൻ വേണ്ടി നിങ്ങൾ കുളിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി? വാട്ട് യു ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ഓണറിങ് യുവർ സ്പിരിറ്റ്? നിങ്ങളുടെ ആത്മാവിനെ മാനിക്കുന്ന വിധത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കുന്ന എന്തിനാണ്? ആത്മാവിന് വേണ്ടിയാണോ? യു ആർ വെയറിങ് ഗുഡ് ഡ്രസ്, യു വിൽ അയൺ യുവർ ഡ്രസ്. നിങ്ങൾ ഉടുപ്പ് തേക്കുന്നല്ലേ? ഉടുപ്പ് തേക്കാതെ വേണം ഇടാല്ലേ? എന്തിനാ ഉടുപ്പ് തേക്കുന്നത്? ആത്മാവിന് വേണ്ടിയാണോ? You are ironing you are pressing your dress. Why? എന്തിനാ? You have to get honored before others. മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാന്യത കിട്ടാൻ വേണ്ടി നിങ്ങൾ ഉടുപ്പ് തേക്കുന്നു. But have you thought about your spirit? നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച് വല്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? But God is not looking at your shirt. യേശു നിങ്ങളുടെ വസ്ത്രമല്ല നോക്കുന്നത്. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരാനായിട്ട് നിങ്ങളുടെ വസ്ത്രമല്ല നോക്കുന്നത്. He is looking into your spirit. നിങ്ങളുടെ ആത്മാവിനെ നോക്കിയാണ് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നത്. There is a word in the book of Romans chapter 8:26. വായിക്കാമല്ലോ. റോമർക്ക് എഴുതിയ ലേഖനം
8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ likewise, so the Spirit will know our weakness.